കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് മുൻപും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതയും ഭരണഘടനാപരവുമായ വിയോജിപ്പുകളുമാണ് വിവാദങ്ങൾക്ക് പലപ്പോഴും ആധാരമായത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്നത് മന്ത്രിസഭയുടെ നയമാണെന്നും അതിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അവകാശമില്ലെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ വായിക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ലെന്നാണ് ഗവർണർ എടുത്തിരിക്കുന്ന നിലപാടും പൊതുവെ ഗവർണർമാരുടെ നിലപാടും ഇത് തന്നെയാണ്. 2024 ജാനുവരിയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗം കേരള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒന്നായിരുന്നു. അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 62 പേജുള്ള പ്രസംഗത്തിലെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച് 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു. എന്റെ സർക്കാർ എന്ന് പറയാനും ഗവർണർ കൂട്ടാക്കിയില്ല. സർക്കാരിന്റെ നയങ്ങൾ വിശദീകരിക്കുന്ന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്തത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ വായിക്കാൻ ഗവർണർ താത്പര്യം കാണിച്ചില്ല എന്നതാണ് ഇതിനു പിന്നിലെ കാരണമായി വിലയിരുത്തപ്പെട്ടത്. 2022 ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാൻ വിസമ്മതിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായി ഹരി എസ് കർത്തയെ നിയമിച്ചത് സംബന്ധിച്ച് സർക്കാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഒടുവിൽ വിയോജനക്കുറിപ്പ് നൽകിയ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാലിനെ സ്ഥാനത്തുനിന്ന് നീക്കിയ ശേഷമാണ് ഗവർണർ പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറായത്. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായി അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സർക്കാരിന്റെ നിലപാടുകൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിനെ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി എതിർത്തു. പ്രസംഗം വായിക്കുന്നതിനിടെ CAA വിമർശിക്കുന്ന ഭാഗം തന്റെ വ്യക്തിപരമായ വിയോജിപ്പോടെയാണ് വായിക്കുന്നതെന്ന് ഗവർണർ സഭയിൽ പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ ഗവർണർ സ്വന്തം അഭിപ്രായം ചേർക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അന്ന് വലിയ ചർച്ചകളുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ മുഖ്യമന്ത്രി സ്പീക്കറോട് പരാതിപ്പെടുകയും സർക്കാർ തയ്യാറാക്കിയ പൂർണ്ണ രൂപം തന്നെ സഭാരേഖകളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.